ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കേട്ടോ. ഓരോ തിരക്ക് കാരണമാണ് ലോങ് വീഡിയോ ഇടാതിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാം. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. രാവിലെ വിനുക്കുട്ടനെ ട്യൂഷൻ ക്ലാസ്സിൽ ചേർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലത്ത് നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പതിവ് പോലെ രാവിലെ 5:30 മണി തന്നെ എണീറ്റ് അടുക്കളയിലെത്തിയിട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വിറകൊക്കെ ആയി. വിറക് വരേൻ്റെ പണിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ വിറകൊക്കെ ഇപ്പോൾ റെഡിയായി. അപ്പോൾ ഇപ്പോൾ ഒക്കെ അടുപ്പ് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം അടുപ്പിൽ തീയെല്ലാം കത്തിച്ച് ആദ്യം അരിക്കുള്ള വെള്ളമാണ് കേട്ടോ വെക്കുന്നത്. അപ്പം അരി തിളച്ച് അത്യാവശ്യം വേവുള്ള അരിയാണ്. അപ്പോൾ അതാണ് രാവിലെ തന്നെ അത് വെച്ചത്. 10 മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ 2-3 കുട്ടികൾ അമ്മമാരൊക്കെ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോവുക. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് ഞാൻ അരിക്ക് വെള്ളം അടുപ്പത്തേക്ക് വെച്ചു. ഇവിടെ വന്ന് ചുക്കുവെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചു കേട്ടോ. പിന്നെ സാമ്പാറാണ് ഉണ്ടാക്കുക. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാമ്പാറിൻ്റെ പരിപ്പൊക്കെ എന്ത് ചെയ്ത് നല്ലോണം കഴുകുകയാണ് കേട്ടോ. അപ്പം ഒരു സാമ്പാറാണ്. രാവിലെ ദോശയാണ്. ദോശയ്ക്ക് കപ്പയും കടലയും കൂടെ കറിയും വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഫസ്റ്റ് സാമ്പാറിന് വേണ്ടിയിട്ട് അപ്പോൾ പരിപ്പ് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ പിന്നെ ഇതിൽ വേവിക്കാമല്ലോ, അടുപ്പിൽ വേവിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അരി കഴുകി അടുപ്പത്തേക്ക് ഇടുകയാണ് കേട്ടോ. അത്യാവശ്യം വേവുണ്ട്. മട്ട അരി പോലത്തെ അരിയാണ്. അപ്പം നല്ല വേവുണ്ട്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി അരി. വേഗം വേവില്ലെങ്കിലും ആ അരി നല്ല ടേസ്റ്റാണ്. സാമ്പാറൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പമുണ്ടാവുമല്ലോ അരി. അപ്പോൾ അത് കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. ഇവിടെ അച്ഛനും മോനും അത് അത്രയും കൂടി ഇഷ്ടമൊന്നുമല്ല, പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി കഴുകിയും കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അരി കഴുകി ഇനി ഓരോരോ പണികളുണ്ട്. ഇപ്പം വെളിച്ചമായിട്ടൊന്നുമില്ല. 5:30 ഒരു 5:45 ആകുമ്പോഴേക്കും ഇപ്പോൾ വെളിച്ചം ആവലുണ്ട്. എന്താ അറിയില്ല, മഴക്കാറുള്ളതുകൊണ്ടോ മഴ പെയ്തുകൊണ്ടോ എന്തോ ആണ്, അത്ര ഒരു വെളിച്ചമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ വിൻകുട്ടന് രാവിലെയാണ് ട്യൂഷൻ. ഇനിയിപ്പോൾ എന്തായാലും 5 മണിക്ക് തന്നെ എണീക്കണം. അവൻ നേരത്തെ പോകണം കേട്ടോ. ഇനി 7:30 7:45 ആകുമ്പോഴേക്കും പോകണം. 8 മണിക്ക് ട്യൂഷനാണ്. അപ്പോൾ ഇനിയൊക്കെ എല്ലാം പഴയപടി നേരത്തെ 5 മണിക്കൊക്കെ തന്നെ തുടങ്ങേണ്ടി വരും. കുട്ടിക്ക് നേരത്തെ ഫുഡ് അവൻ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. സ്കൂളിൽ നിന്ന് കഴിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇനി എല്ലാം ലൈഫ് സ്റ്റൈലൊക്കെ മൊത്തം പണ്ടത്തെ പോലെ മാറി വരണം. അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ. ഇനി അത് ശീലമാക്കണം. ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ 5:30 അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഉറക്കെണീക്കലൊക്കെ ഒന്ന് എന്നുള്ള അതിലാട്ടോ. രാവിലെ തന്നെ കുളിച്ച് അടുക്കളയിൽ കയറാൻ വെച്ചാൽ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ജലദോഷം വരുന്നു. ഭയങ്കര ജലദോഷമാവുക രാവിലെ തന്നെ കുളിക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏകദേശം ഒന്ന് പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പരിപ്പ് അപ്പോഴേക്ക് വെന്തു കേട്ടോ. ഞാൻ അരി കഴുകി അടുപ്പത്തിട്ട് വരുമ്പോഴേക്ക് ഇപ്പോൾ കുക്കറിൽ ആ പരിപ്പ് വെന്തു. അത് ഞാൻ എന്ത് ചെയ്തു, ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ആ പാത്രത്തിൽ എന്ത് ചെയ്യണം, നമുക്ക് കടലയും കപ്പയും എന്ത് ചെയ്യണം, കറി വെക്കണം. ദോശയ്ക്കുള്ള കറിയാണ് കേട്ടോ. കടലയും കപ്പയും കൂടിയാണ് കറി വെക്കുന്നത്. അപ്പം കടലയൊക്കെ തലേന്ന് രാത്രി പൊതിർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കഷ്ണം കപ്പയേ ഉള്ളൂ കേട്ടോ. വലിയൊരു കപ്പയില്ല, ചെറിയൊരു കഷ്ണം. ആ കടലൊക്കെ ഒരു കൊഴുപ്പ് കിട്ടും ചെയ്യാം, ഒരു ടേസ്റ്റാണല്ലോ. അപ്പം അത് 2 കഷ്ണം കപ്പയേ ഉള്ളൂ. എനിക്ക് മോഹനേട്ടനുമാണ് കേട്ടോ ഈ കറി വെക്കുന്നത്. വിനുക്കുട്ടന് സാമ്പാർ തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു അവൻ കൂട്ടുമായിരിക്കുന്നു, പക്ഷെ അവൻ സാമ്പാർ തന്നെയാണ് കേട്ടോ കൂട്ടിയത്. അപ്പോൾ കപ്പ എന്ത് ചെയ്തു, അവിടെ കഷ്ണം അരിഞ്ഞ് വെച്ച ശേഷം കടലയൊക്കെ കഴുകി ഇടുകയാണ് കേട്ടോ. ഇത് പിന്നെ ഞാൻ അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. അതിനാണ് ഞാൻ വേഗം പരിപ്പ് ആദ്യം വേവിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ കടലയും കപ്പയും ഒരുമിച്ച് കുക്കറിൽ വെച്ചു. വെള്ളമാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടു കേട്ടോ. ഇനി പച്ചമുളകും തേങ്ങയും അരച്ച് കലക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് കറിയായിരിക്കും കേട്ടോ. കരുവേപ്പിലയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ നല്ല സൂപ്പറാണ്. പുട്ടിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ കപ്പയും കടലയും. അപ്പം ഇതെന്തായി, പിന്നെ കുക്കർ അവിടെയൊക്കെ വെള്ളമായിട്ട് അപ്പോൾ ഞാൻ കൈ കൊണ്ട് തുടച്ചെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ചായക്ക് വെള്ളം വെച്ചു. അപ്പോൾ അരി അവിടെ നിന്ന് കഴുകുമ്പോൾ അരി ഒന്ന് തിളച്ചിട്ട് ഈ കുക്കറിലെ സാധനം അടുപ്പത്തേക്ക് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ മറ്റേ അടുപ്പിൽ ആ കാളവായിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തോളും, അരി വെന്തോളും. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് കൂട്ടാനുള്ള തേങ്ങ ചിരകി എടുക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലത്തെ കൂട്ടാൻ മാത്രമേ തേങ്ങ വേണ്ടൂ. ഉച്ചയ്ക്ക് സാമ്പാറിന് തേങ്ങ വറുത്തരയ്ക്കുന്നൊന്നുമില്ല, അല്ലാത്തൊരു സാമ്പാർ മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, തേങ്ങ ചെരി വരുമ്പോഴേക്ക് ചായ കേട്ടോ. ഞാനൊരു ഗ്ലാസ് പാലും വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് പാലും വെള്ളം കുടിച്ചേക്കാം. അപ്പോൾ മധുരമൊന്നും ഇടാതെ ഒരു ഗ്ലാസ് പാലും വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്ക് തന്നെ വെളിച്ചമായി വന്നു കേട്ടോ. ഏകദേശം വെളിച്ചമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്.
പിന്നെ ഒരു 6 മണി ആയിട്ടുണ്ടാവും. 5:30-ക്കല്ലേ ഞാൻ തുടങ്ങിയത്. ഒരു 6, 6:15 ആയിട്ടുണ്ടാവും. അപ്പോൾ മോനേട്ടൻ എണീറ്റ് വന്ന് പല്ലേക്കും മോനേട്ടൻ്റെ നടത്തവും എക്സസൈസും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അവിടെ നിന്ന് സാമ്പാറിനുള്ള കഷ്ണവും ഉപ്പേരിക്കുള്ള കഷ്ണമൊക്കെ അരിഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കൊടുത്തു. ഞാൻ പാലും വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായി, നമ്മൾ അരി നല്ലോണം വെട്ടി തിളച്ചു കേട്ടോ. അത് ഞാൻ അപ്പുറത്തെ കാളവായിലേക്ക് വെച്ച ശേഷം അവിടെ കപ്പയും കടലയും കൂടെ അടുപ്പത്തേക്ക് വെച്ചു. ഇനി അതും വിസിൽ വരട്ടെ. ആ വിസിൽ വരുന്ന നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുക്കളയിലെ കാര്യങ്ങളും ചെയ്യാമല്ലോ. അപ്പോഴേക്കും എന്തായി, നമ്മുടെ കപ്പയും കടലയൊക്കെ വിസിൽ വന്ന് ശരിയായി. അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കാണുന്നില്ല. പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോഴേക്കും സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ മോനേട്ട അരിഞ്ഞു തന്നു. അതിൽ ഞാൻ പിന്നെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഉള്ളി, ഉരുളക്കിഴങ്ങ്, മത്തൻ, ഒരു കഷ്ണം മത്തൻ്റെ കഷ്ണം, പിന്നെ ക്യാരറ്റ്, അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്തു, അത് അടുപ്പത്തേക്ക് വെച്ചിട്ടു. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇരുന്നിട്ട് അത് നിങ്ങളെ കാണിക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും കൂടെ അതിൽ വെച്ചു. അപ്പോഴേക്ക് ഈ തുമ്പുമ്പോൾ കണ്ട അരി ഏകദേശം നല്ലോണം തിളച്ചിട്ടേ ഏകദേശം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ എല്ലാ പണികൾ കഴിയുമ്പോഴേക്കും എന്താവും, നമ്മുടെ ചോറ് കറക്റ്റ് വെന്തിട്ടുണ്ടാവും കേട്ടോ. നല്ല കളവായിൽ നല്ല തീ ഉണ്ടാവും, നല്ലോണം വരും, നല്ല കത്തുന്ന വിറകാണ് കേട്ടോ. അപ്പം കുറേ മരം ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കീറി പിന്നെന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നല്ലൊക്കെ കീറി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വിറകുണ്ട്, നല്ല കത്തുന്ന വിറക് കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഉപ്പേരിക്ക് വെച്ചത് കേട്ടോ. ഉപ്പേരിക്ക് കായ അതും ഈ പറഞ്ഞ പോലെ ഞാൻ മോഹനേട്ടൻ മാത്രമേ കൂട്ടുള്ളൂ. അതുകൊണ്ട് കായ കൊണ്ട് ഒരു മെഴുക്ക് വരട്ടിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കായ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അത് ഗ്യാസിലാണ് കേട്ടോ വെച്ചത്, വേഗമാവുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പോകുന്ന ടൈമും കൂടെ കണക്ക് കൂട്ടണമല്ലോ. അധികം എനിക്ക് അതിൽ നിൽക്കാൻ പറ്റില്ല, അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ബാക്കി പണികളുണ്ടല്ലോ, അടിച്ചു വാരൽ, അതിനിടയിൽ അലക്കാനുള്ളത് ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും അവിടെ ആ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുറ്റമൊക്കെ വെച്ചാൽ തലേന്നേ അടിച്ചു വാരിയിട്ടു കേട്ടോ. മുറ്റം അടിച്ചു വാരിയിട്ടുകൊണ്ട് രാവിലെ ആ ഒരു ജോലിയില്ല. പിന്നെ രാവിലെ ആകുമ്പോൾ മുറ്റടിക്കാന്ന് പറയാൻ പറ്റില്ല. രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോഴൊക്കെ ഒരു മഴയൊക്കെ പാറി മുറ്റമൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റടിക്കൽ വൈകുന്നേരം മഴയില്ലാത്ത സമയം നോക്കി മുറ്റമൊക്കെ അടിച്ചു വാരിട്ടോ. പിന്നെന്തായി, നമ്മുടെ കായയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം, അധികമൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് അവിടെ അടച്ച് വയ്ക്കുമ്പോഴേക്കും എന്തായി, നമ്മുടെ ഉപ്പേരി അവിടെ റെഡി ആയിക്കോട്ടെ. അതിനുശേഷം അടുത്ത പണി എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ എനിക്ക് തേങ്ങയൊക്കെ അരച്ച് വെക്കാണ്ട് കേട്ടോ. കപ്പയ്ക്കും കടലയ്ക്കുള്ള തേങ്ങയും പച്ചമുളകും അതൊക്കെ അരച്ചിട്ടുണ്ട്. അതൊക്കെ ആയി വരുമ്പോഴേക്കും നമ്മളെ കായ നല്ലോണം വെന്തു കിട്ടും. അപ്പോൾ കായൊക്കെ നല്ലോണം വെന്ത് കണ്ടോ. ഉപ്പേരി അധികം അങ്ങനെ വെന്തുടഞ്ഞ് അങ്ങനെയല്ല കേട്ടോ, ഉപ്പേരി പാകത്തിൽ തന്നെയാണ് കേട്ടോ വെന്തത്. അങ്ങനെ കണ്ടില്ല, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ വേറിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ഉപ്പേരി അവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ആ പണി അവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ. പിന്നെ അടുത്ത പണിയിലേക്ക് പോകും. അപ്പം അടുത്തത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കണ്ടോ, ഒരു ചട്ടിയിൽ കുക്കറിൽ കടലയും ഇതൊക്കെ നല്ലോണം വേവിച്ച ശേഷം ചട്ടിയിൽ ഗ്യാസിൽ വെച്ചിട്ടോ. ഞാൻ ആദ്യമൊന്നും ചട്ടി ഉപയോഗിക്കലേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാട്ടോ ഈ ചട്ടി ഉപയോഗിച്ചൊക്കെ അത് നല്ല ടേസ്റ്റ് കറിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാ സാധനവും ചട്ടിയിലാണ് കേട്ടോ വെക്കുക. ഇത് ഇന്നാൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരാൾ പിടിപ്പിച്ചതാണ്. വലിയൊരു ചോറ് വെക്കാൻ പറ്റുന്ന വലിയൊരു കലവും പിന്നെ ഈ ചട്ടിയും കൂടെ 200 രൂപയ്ക്കാണ് കേട്ടോ തന്നെ. ഇത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അധികമാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കല്ല, ഞങ്ങൾക്ക് 3 ആൾക്ക് അധികമാണ് ആ ചട്ടി. എന്നാലും വേണ്ടിയില്ല, ഒരു രസമുണ്ട്. അപ്പോൾ അതിലാണ് ആ കറി അതിലേക്ക് വെച്ച് കുറച്ച് കരുവേപ്പിലയൊക്കെ ഇട്ടു, ഒന്ന് തിളപ്പിച്ച് തേങ്ങ അരച്ച് വെച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കരുവേപ്പിലയൊക്കെ ഇട്ടപ്പോൾ നല്ല കടലയും കപ്പയും കറിയായി. അത് കഴിഞ്ഞിട്ട് അതുവരെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ എന്തായി, അപ്പോഴേക്ക് സാമ്പാറിൻ്റെ ബാക്കി കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ ഞാൻ അതിൽ വെണ്ടയ്ക്കയും തക്കാളി ഇട്ട് കൊടുത്തു. അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് തേങ്ങ വറുത്തരയ്ക്കുന്നൊന്നുമില്ല, അല്ലാതെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച ശേഷം അതിലിത്തിരിയും മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടിട്ടുള്ള ഉപ്പും മല്ലിപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അത് അടച്ചു വെക്കുക കേട്ടോ. ആ വെണ്ടയ്ക്കയും തക്കാളിയും വേവുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ അത് അവിടെ കിടന്നിട്ട് അങ്ങനെ വെന്തോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അത് വെന്ത് വന്നപ്പോഴേക്ക് ഞാൻ വറവിട്ടു കേട്ടോ. കുറച്ച് സാമ്പാർ പൊടിയും കടുക്, മുളക്, കരുവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് സാമ്പാർ പൊടി അതിലേക്ക് ഇട്ടപ്പോഴേക്ക് എന്തായി, സാമ്പാർ ശരിയായി. വീൻകുട്ടൻ എത്ര ദോശയാണ് കഴിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. വീൻകുട്ടൻ എന്ന് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ സാമ്പാർ. വീൻകുട്ട സൂപ്പർ എന്ന് പറഞ്ഞാൽ അവൻ ഒരുപാട് രാവിലെയും ദോശയും കഴിച്ചു, ഉച്ചയ്ക്ക് ഊണുമൊക്കെ നല്ലോണം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ചുക്കുകളൊക്കെ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചു.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുളി കഴിഞ്ഞ് വന്നിട്ട് അപ്പോഴേക്ക് 8 മണിയായി. പിന്നെ 8 മണിയായപ്പോഴേക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭഗവാനെയൊക്കെ തൊഴുത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കളയിലേക്ക് വന്ന് ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. മോഹനേട്ടൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്, വിൻകുട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ആദ്യം ഒരു എന്താ പറയുക തട്ടുദോശ പോലെ ഉണ്ടാക്കിയതാട്ടോ. പക്ഷെ അതെനിക്കാണ് ഇഷ്ടം, മോഹനേട്ടനും ഇഷ്ടമാണ് തട്ടുദോശ പോലെ ഉണ്ടാക്കുന്നത്. പിന്നെ വിൻകുട്ടന് പിന്നെ എപ്പോഴും നെയ് റോസ്റ്റ് പോലത്തെ ദോശയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവനുള്ള ദോശ ഫസ്റ്റ് അവൻ കുളിച്ച് വരുമ്പോഴേക്കും അവനാട്ടോ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവനുള്ള ദോശ ഉണ്ടാക്കി. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു കടലയും കപ്പയും കറിയുണ്ട് മോന് വേണോ. സാധാരണ അവൻ കടലയും കപ്പയും കറി കേട്ടോ കൂട്ടൽ. പക്ഷേ ഇന്ന് അവന് സാമ്പാർ ഉള്ളതുകൊണ്ട് സാമ്പാർ തന്നെ മതി പറഞ്ഞിട്ട് അവൻ സാമ്പാറാണ് കേട്ടോ കൂട്ടുന്നത്. കണ്ടില്ലേ, സാമ്പാറും കൂട്ടിയിട്ട് അവൻ കഴിച്ചു. പിന്നെ മോനേട്ടനും കൊടുത്തു. ഇത് ലാസ്റ്റ് എനിക്കാട്ടോ ഉണ്ടാക്കുന്നത്. എന്നിട്ടും ഞാൻ 2-3 അവന് കൊടുത്തു വിനുക്കൂട്ടനെ. അപ്പോൾ പിന്നെ വിനുക്കൂട്ടൻ ടേസ്റ്റോണ്ട് ഒരു ദോശയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇതേപോലെ കപ്പയും കടലയും ദോശയും 2 ദോശയൊക്കെ എടുത്ത് ആ ഒരു തട്ടിൽ ഒരു ദോശ നിങ്ങൾ കാണുന്നില്ലേ, അങ്ങനെ 3 ദോശ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 ദോശ കഴിക്കണം എന്നായിരുന്നു വിചാരിച്ചേ, പക്ഷേ എനിക്ക് കറി നല്ല ഇഷ്ടമായി. പറഞ്ഞ പോലെ കപ്പയും കടലയും കറി നല്ല സ്വാദ്, എരിവൊക്കെ ആയി നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ 3 ദോശ തന്നെ രാവിലെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, മോഹനേട്ടയ്ക്ക് അടിച്ചു വാരി തന്നിട്ടുണ്ടേ. ഒക്കെ അടിച്ചു വാരി തന്നപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം അലക്കാനുള്ളതൊക്കെ അവിടെ നിന്ന് അലക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ വിൻകുട്ടനോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്തു തരുമോ ചോദിച്ചു. അപ്പോൾ അവൻ്റെ കയ്യിലായിരുന്നു ഫോണ്. അപ്പോൾ അവൻ വീഡിയോ എടുത്തു തരണം. അപ്പോൾ വീഡിയോ എടുത്തു തരാന്ന് വെച്ചാൽ അപ്പോൾ അവൻ്റെ ക്രിക്കറ്റ് താരങ്ങളെ നിർബന്ധമായിട്ട് കാണിക്കണമല്ലോ. അപ്പോൾ ഞാൻ തുടയ്ക്കുന്നതിനെക്കാട്ടും അവനിഷ്ടം അവൻ്റെ ക്രിക്കറ്റ് താരങ്ങളെ കാണിക്കണ്ടില്ലേ, അവൻ അത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, എന്നാൽ അതെങ്കിലും വീഡിയോ എടുത്ത് തരുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാ അകവും ഒക്കെ അടിച്ചു വാരൽ മോനായിട്ട് അടിച്ചു വാരി തന്നിട്ടുണ്ട്. രാവിലെ എല്ലാം കൂടെ നടക്കില്ല, ഇത്ര സമയമാകുമ്പോഴേക്ക് വേണമല്ലോ, 9 മണി ഞങ്ങളെ ഭക്ഷണമൊക്കെ കഴിച്ചു വരുമ്പോഴേക്ക്. പിന്നെ എല്ലാ അകവും തുടച്ചു, അടുക്കളയും എല്ലാം തുടച്ചു കേട്ടോ. തുടയ്ക്കലും കഴിഞ്ഞു. അത് കണ്ടില്ലേ, എല്ലാ അകവും തുടച്ചിട്ടോ. ഹാളും ബെഡ്റൂമും എനിക്കിടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബെഡ്റൂമും പിന്നെ എല്ലാ പൂജാമുറി പിന്നെ കുളി കഴിഞ്ഞ് വന്നപാട് കുളിച്ച് വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പൂജാമുറി തുടയ്ക്കും കേട്ടോ. എല്ലാ ബെഡ്റൂമും തുടച്ചു, അടുക്കളയൊക്കെ തുടച്ചു, അടുക്കളേൻ്റെ വീതൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചു. പിന്നെ കറിയൊന്നും ഒഴിച്ച് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ അടുപ്പും ഒക്കെ ഫുൾ സെറ്റപ്പാക്കി കൈക്കല തുണികളൊക്കെ നല്ലോണം തിരുമ്പി അവിടെ വെച്ചു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം, തിരുമ്പിയതൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ആറിയിടാൻ വേണ്ടിയിട്ട് എല്ലാം പിഴിഞ്ഞു വെച്ചു. അപ്പോഴേക്ക് അവർ വിളിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കി നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആറിയിട്ടില്ല, ഇതും കൂടെ ഉണക്കി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രാവിലെ 9:30 ആകുമ്പോഴേക്ക് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.